വിശ്വാസികൾക്ക് നമ്മൾ പരിഗണന കൊടുക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഒരു വിശ്വാസിയുടെ മാത്രം പ്രവാചകനല്ല, ഒരു ജീവിയുടെ മാത്രം ഒരു ഉമ്മത്തിന്റെ മാത്രം പ്രവാചകനല്ല. ലോകത്തിലുള്ള കോടാനുകോടി വരുന്ന എല്ലാ മനുഷ്യരുടെയും പ്രവാചകനാണ്, എല്ലാ ജീവജാലങ്ങളുടെയും പ്രവാചകനാണ്, മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും പ്രവാചകനാണ്, ദൈവത്തിൽ വിശ്വാസമുള്ളവന്റെയും വിശ്വാസമില്ലാത്തവന്റെയും പ്രവാചകനാണ്. പരലോകത്തിൽ വിശ്വസിക്കുന്നവനെയും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവന്റെയും പ്രവാചകനാണ് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകൻ എല്ലാവരെയും പ്രവാചകരാണ്. കാരണം ആ പ്രവാചകരെ മനസ്സിലാക്കിയിട്ട് എത്രയോ ആളുകളാണ് കടന്നു വന്നത്. പ്രവാചകരെ കുറിച്ച് പഠിച്ചിട്ട് എത്രയോ ജൂതന്മാർ, എത്രയോ ഹൈന്ദവർ, എത്രയോ ക്രൈസ്തവർ, എത്രയോ സിഖുകാർ ഇപ്പോഴും ബന്ധങ്ങളെ കുറിച്ച് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു, ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം പ്രവാചകന്റെ പ്രവചനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ അതൊരു പകൽ വെളിച്ചം പോലെ സത്യമായി തിരശ്ശീലകളില്ലാതെ അതെല്ലാം മാറ്റിയിട്ട്, തിരശ്ശീലകളെല്ലാം മാറ്റിയിട്ട് മൂടുപണം ഇല്ലാത്ത ഒരു തെളിവായിട്ട് തന്നെ പ്രവാചകന്റെ പ്രഖ്യാപനങ്ങളും പ്രവചനങ്ങളും ഒക്കെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സത്യമായിട്ട് തന്നെ ഇവിടെയുള്ള മറ്റു മതവിശ്വാസികളൊക്കെ അത് സത്യം ചെയ്തുകൊണ്ട് സമ്മതിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷെ നമ്മൾ ഇതുവരെ പ്രവാചകനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. ലോകത്തിന്റെ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന്റെ ആ സമയത്ത് പ്രവാചകൻ വഫാത്താകുന്ന ഒരു സമയം സമർഖന്ദ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം കുറിക്കുന്ന ഒരു ചരിത്രമുണ്ട്. സഹോദരങ്ങളെ, ഒരു ജൂതനായ മനുഷ്യൻ, യഹൂദിയായ മനുഷ്യൻ, അദ്ദേഹം തൗറാത്ത് വായിച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹം മൂസാ നബിയുടെ കൗമാണ്. അദ്ദേഹം തൗറാത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് എന്ന പേര് 4 പ്രാവശ്യം ആ തൗറാത്തിൽ വായിക്കപ്പെട്ടു. ഈ മുഹമ്മദ് നബിയോട് വല്ലാത്ത അരിശമുണ്ടായിരുന്നു ഈ ജൂതനായ മനുഷ്യന്. അദ്ദേഹം ആ 4 പ്രാവശ്യവും നബിതങ്ങളുടെ പേര് പരാമർശിക്കപ്പെട്ട ആ പേപ്പർ വലിച്ചു കയറി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. രണ്ടാമത്തെ ദിവസവും അദ്ദേഹം തൗറാത്ത് എടുത്തിട്ട് വീണ്ടും വായിക്കാൻ തുടങ്ങുമ്പോൾ 8 പ്രാവശ്യമാണ് പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് തൗറാത്തിൽ കണ്ടത്. വീണ്ടും അദ്ദേഹത്തിന്റെ കോപം വീണ്ടും മാറിക്കെത്തി. മുഹമ്മദിന്റെ പേര് കേട്ടപ്പോൾ വീണ്ടും ആ 8 പേരുകൾ പരാമർശിക്കപ്പെട്ട പേജുകൾ വീണ്ടും വലിച്ചു കീറി കുട്ടിയിലേക്ക് വലിച്ചെറിയുകയാണ്. മൂന്നാമത്തെ ദിവസം അദ്ദേഹം തൗറാത്ത് വായിക്കാനിരുന്നു. വീണ്ടും അധികരിച്ചു. 12 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് അദ്ദേഹം വീണ്ടും വായിക്കപ്പെട്ടു. വീണ്ടും ആ 12 പേജുകളും വലിച്ചു കീറി കളഞ്ഞു. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഇനിയും ഞാൻ വായിച്ചാൽ, ഇനിയും ഞാൻ കീറിക്കളയാതിരുന്നാൽ ഈ തൗറാത്ത് മുഴുവനും കീറിക്കളയേണ്ടി വരും. അദ്ദേഹം ഓരോ പ്രാവശ്യവും ഇങ്ങനെ കാണുന്തോറും ആദ്യം 4 കണ്ടു, പിന്നെ 8 കണ്ടു, പിന്നെ 12 കണ്ടു. വീണ്ടും ഇരട്ടിയായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കണ്ടപ്പോ സഹോദരങ്ങളെ, ആരാണ് പ്രവാചകൻ ആ മനുഷ്യൻ തിരക്കുകയാണ്. ആരാണ് മുഹമ്മദ് എന്ന് തിരക്കുകയാണ്. അന്വേഷിക്കുമ്പോ പലരും ആ പ്രവാചകനെ കുറിച്ച് നല്ലതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നാൽ ചില ആളുകൾ പ്രവാചകനാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി ആ മുഹമ്മദ് എന്ന് പറയുന്ന സാധാരണ ഒരു ചെറുപ്പക്കാരനെ കാണാൻ മദീനയിലേക്ക് ചെല്ലുകയാണ്. മദീനയിലേക്ക് യാത്ര തിരിക്കുന്നു. മദീനയിൽ ചെല്ലുമ്പോ അവിടെ കാണുന്ന ഒരു സമൂഹം, അവിടെ കാണുന്ന സ്വഹാബത്തിന്റെ ഒരു കൂട്ടത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവരുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലുകയാണ്. ജൂതനായ മനുഷ്യനാണ്. ഇദ്ദേഹത്തിനറിയാം മുസ്ലിമീങ്ങളെ എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത് എന്ന്. സലാം പറഞ്ഞിട്ട് ചോദിക്കുന്നു, അയ്ന മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ്? ആരാണ് മുഹമ്മദ്? മുഹമ്മദിനെ ഈ ജൂതനായ മനുഷ്യന് കണ്ടിട്ടില്ല. ഈ ജൂതനായ മനുഷ്യൻ ഈ മുഹമ്മദിനെ കണ്ടിട്ടില്ല. എല്ലാവരും സങ്കടങ്ങളിലാണ്. എല്ലാവരും സങ്കടത്തോടുകൂടി മദീന പള്ളിയിൽ കളിച്ചുകൂടിയിരിക്കുകയാണ്. ആ സദസ്സ് മുഴുവനും നിശബ്ദമാണ്. ആ സദസ്സ് മുഴുവനും ദുഃഖം കെട്ടിടുക്കുകയാണ്. കാരണം എന്തെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ചോദിക്കുന്നു, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? എല്ലാവരും ഇങ്ങനെ കണ്ണു തള്ളിയിട്ട് ചെറുപ്പക്കാരനെ നോക്കി. കാരണം മുഹമ്മദ് ആരാണ് എന്ന് ജിജ്ഞാസയോടുകൂടി ആവേശത്തോടുകൂടി വന്ന് ചോദിക്കുകയാണ്. എന്ത് മറുപടി പറയും? സങ്കടത്തോടുകൂടി അടക്കാൻ കഴിയാത്ത കണ്ണീരോടുകൂടി എഴുന്നേറ്റ് പറഞ്ഞു, അന്നവോ മാത്ര ഒന്ന് തരാതയ്യ, നിങ്ങൾ നിലക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസങ്ങൾക്ക് മുമ്പ് വഫാത്തായിപ്പോയി. അദ്ദേഹം അട്ടഹസ്യത്തോടുകൊണ്ട് കരയാൻ തുടങ്ങി. അദ്ദേഹം മുസ്ലിമായിട്ടില്ല. അദ്ദേഹം തൗറാത്തിലൂടെ കണ്ട പരിചയം മാത്രം, വായിച്ച പരിചയം മാത്രം. പ്രവാചകത്തോട് മുമ്പ് തോന്നിയിട്ട് കാണാൻ കഴിയാത്തതിന്റെ സങ്കടത്തിൽ അദ്ദേഹം അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കരഞ്ഞു. ആ പ്രവാചകൻ ധരിച്ച ഒരു ശബ്ദങ്ങളും എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ പ്രവാചകൻ ധരിച്ച ഉടുപ്പെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരുമോ? എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടോ, എന്റെ കവിളിനോട് ചേർത്ത് വെച്ചിട്ടോ ഞാനും ആ സുഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ, ഞാനൊന്ന് മണപ്പിച്ച് നോക്കട്ടെ. ആ പ്രവാചകന്റെ ചുപ്പയെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഒരു വിശ്വാസിക്കുണ്ടോ ഈ ഒരു ആവേശം? നബിദിനത്തിനല്ലാതെ പ്രവാചകന്റെ പേരിൽ എന്ത് ആവേശമാണ്, ആഘോഷമാണ് നമുക്കുള്ളത്? അത് കഴിഞ്ഞാൽ പിന്നെ നിബിധങ്ങളെ നമ്മൾ ഓർക്കാറുണ്ടോ? ഒരു ദൂതനായ മനുഷ്യന്റെ മുമ്പിലാണ് ഹൃദയത്തിന്റെ ഉള്ളറയിൽ പ്രവാചകൻ സ്ഥാനം എടുക്കുന്നു. പ്രവാചകനെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് പ്രവാചകൻ ധരിച്ച ഉടുപ്പെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഞാനൊന്ന് ചുംബിക്കട്ടെ, മണപ്പിക്കട്ടെ. ഉടനെ തങ്ങളോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, നബിതങ്ങളെ ചുംബിച്ചെടുക്കൂ. സങ്കടത്തോടുകൂടി ഫാത്തിമ റളിയല്ലാഹു അൻഹ സങ്കടത്തോടുകൂടി സങ്കടം അടക്കാൻ കഴിയാത്ത രീതിയിൽ ആ ചുപ്പ എടുത്തു കൊണ്ടുവന്ന് അരി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. ഇത് കണ്ടപാടെ നിലവിളിച്ചുകൊണ്ട് സ്വഹാബത്തുൽ കിറാം ആ ചുപ്പയിലേക്ക് കമിഴ്ന്ന് വീണിട്ട് ആ ചുപ്പയില്ലാതെ മണക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ചൂതനായ മനുഷ്യൻ അമ്പരം നിന്ന് ഓടി വന്നിട്ട്, ഇനി ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുപ്പയെടുക്കുന്നു, ചുംബിക്കുന്നു. എന്നിട്ട് ആ ചുപ്പയും കൊണ്ടുകൂടി നിബിധങ്ങളുടെ ഖബറിനരികിലേക്ക് ചെന്നിട്ട് ആ ഖബറിന്റെ മുകളിലേക്ക് വീണിട്ട് അവിടെ വെച്ചിട്ട് സാക്ഷ്യം വഹിക്കുന്നു. അശ്ഹദു യാ റബ്ബ് ഇന്നക അഹദുൻ സമദുൻ ഫർദുൻ അല്ലാഹുവേ, നീയാണ് ഏകനാണ്, നീയാണ് ദൈവം, നീയാണ് ഈശ്വരൻ, നീയാണ് തമ്പുരാൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ ഖബറിന്റെ ഉള്ളിൽ കഴിയുന്ന ഈ മനുഷ്യന് നിന്റെ ഹബീബാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ ഈ സാക്ഷ്യത്വം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മനുഷ്യൻ അവിടെ വിലപിച്ചുകൊണ്ട് പറയുന്നു, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, നീയാണ് ദൈവം, നിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബിയാണ് പ്രവാചകൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്റെ ഈ സാക്ഷ്യത്വം നീ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലോ എന്റെ മുഖിനെ നീ പിടിക്കണം അല്ലാഹ്. അത് പറയേണ്ട താമസം അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്നു. ഇന്ന് മദീന പള്ളിയിലോ റൗദാ ശരീഫിന്റെ ചാരത്ത് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ സ്വഹാബത്തുൽ കിറാം ഉൾപ്പെടെ നബിതങ്ങളുടെ ഭാര്യമാരുൾപ്പെടെ നബിതങ്ങളുടെ കുടുംബത്തിലുള്ള അഹ്ലുബൈത്തുൾപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ മുഅ്മിനീങ്ങളായ ആളുകളെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ജന്നത്തുൽ ബഖീഉണ്ടല്ലോ, ആ ബഖീഉള്ള മനുഷ്യനെ മറമാടപ്പെടുകയാണ്. സഹോദരങ്ങളെ, എന്തൊരു ഭാഗ്യമാണ്! ഒരൊറ്റ മിനിറ്റ് പോലും അദ്ദേഹം വിശ്വാസിയായിട്ട് ജീവിച്ചിരുന്നില്ല. ഒരൊറ്റ മിനിറ്റ് പോലും അദ്ദേഹം വിശ്വാസിയായി ജീവിച്ചിരുന്നില്ല. അര മിനിറ്റ് മാത്രമാണ് അദ്ദേഹം വിശ്വാസിയായിരുന്നത്. അതും പ്രവാചകന്റെ പേരിലാണ്, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. ആ മനുഷ്യനും ചെന്ന
കൊടുക്കട്ടെ.